നമസ്കാരം. കേരളത്തിലെ പീഡിയാട്രിക് സർജൻസിൻ്റെ കൂട്ടായ്മയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ കേരള ചാപ്റ്റർ IAPS എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ വിഷ്ണുരാജ്, പീഡിയാട്രിക് സർജനാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പീഡിയാട്രിക് സർജറിയെക്കുറിച്ചും നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഒരു ലഘു വിവരണം നൽകുക എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പീഡിയാട്രിക് സർജറി എന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. അതിൽ കുട്ടികൾ, നവജാത ശിശുക്കൾ തുടങ്ങി കൗമാരപ്രായക്കാരായവർ വരെയുള്ളവരുടെ സർജറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്തുകൊണ്ട് പീഡിയാട്രിക് സർജറി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഈസ് യുവർ ചൈൽഡ് ഈസ് നോട്ട് എ സ്മോൾ അഡൾട്ട് എന്നതാണ്. അതായത് കുട്ടികളിലെ ഓപ്പറേഷന് വേണ്ടി വരുന്ന സാഹചര്യമോ അതിന് കാരണങ്ങളോ അതിന് ഓപ്പറേഷന് വേണ്ടി വരുന്ന അവസ്ഥകളോ അവരുടെ ശരീരഘടനയോ മറ്റും മുതിർന്നവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതുതന്നെയാണ് ഈ സബ്ജക്റ്റിനെ പ്രസക്തമാക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷനും ആങ്സൈറ്റിയും ഉണ്ടാകും. അതൊരു നമ്മുടെ കുടുംബത്തിലൊരു കുട്ടിക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ടെൻഷനെല്ലാം ഇരട്ടിയായിരിക്കും, അല്ലേ? ഈ ആങ്സൈറ്റിയോട് കൂടി തന്നെയാണ് എല്ലാ മാതാപിതാക്കളും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയും ഒരു പീഡിയാട്രിക് സർജനെ സമീപിക്കുന്നത്. ഈ ആങ്സൈറ്റി വരുന്ന സമയങ്ങളിൽ അവർക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ആധികാരികമായ വീഡിയോ തിരഞ്ഞാൽ യൂട്യൂബിലോ മറ്റ് സോഷ്യൽ മീഡിയകളിലോ ലഭ്യമല്ല. അവിടെയാണ് നമ്മുടെ ചാനൽ പ്രസക്തമാകുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദഗ്ധരായ ക്വാളിഫൈഡായ പീഡിയാട്രിക് സർജൻസ് ഈ വിഷയത്തിനെക്കുറിച്ച് വിവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ വീഡിയോ ആയി ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും. അതാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം. അത് മാതാപിതാക്കൾക്കും കുട്ടികളുടെ ഫാമിലി ഉള്ളവർക്കും മാത്രമല്ല, ആരോഗ്യ പ്രവർത്തകർക്കും ഒരുപോലെ ഉപകാരപ്പെടും. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു: ഒരു യൂട്യൂബ് ചാനൽ വീഡിയോയും ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് കൺസൾട്ട് ചെയ്യുന്നതിന് പകരമാവില്ല. എങ്കിലും ഒരു പരിധിവരെ ആധികാരികമായ ഇൻഫർമേഷൻ പീഡിയാട്രിക് സർജറി എന്ന സബ്ജക്റ്റിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ആരോഗ്യപരമായ ഒരു ഭാവി കുട്ടികൾക്കുണ്ടാകുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഈ ചെറിയ ഉദ്യമത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നന്ദി.